ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന്റെ റോൾ എന്താണെന്ന് ചോദിച്ച കോടതി സ്പോൺസർഷിപ്പ് വഴി ലഭിക്കുന്ന തുക എങ്ങനെ ചെലവഴിക്കുമെന്നതിലും വ്യക്തത തേടി. അതിനിടെ ശബരിമലയിലെ ദ്വാരക പാലത്തിലുള്ള സ്വർണ്ണപ്പാളി കോടതിയുടെ അനുമതിയില്ലാതെ നീക്കം ചെയ്തതിൽ ദേവസ്വം ബോർഡിനെ ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചു. കുംഭമേള മാതൃകയിൽ പരിപാടി സംഘടിപ്പിക്കാനാണ് ലക്ഷ്യമെന്നും വിവിധ സംസ്ഥാനങ്ങളിലെ ദേവസ്വം മന്ത്രിമാരെ ക്ഷണിച്ചിട്ടുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. എന്നാൽ 3000 പേരെ ക്ഷണിച്ചതിന്റെ മാനദണ്ഡം എന്താണെന്നാണ് കോടതി ചോദിച്ചത്. അയ്യപ്പ ഭക്തർക്ക് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ടെന്ന് സർക്കാർ മറുപടി നൽകി. സംഗമം തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഹർജിക്കാരും വാദിച്ചു. എന്നാൽ സർക്കാരോ ദേവസ്വം ബോർഡോ അയ്യപ്പ സംഗമത്തിന് പണം ചെലവഴിക്കില്ലെന്ന് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. വാദം പൂർത്തിയായതോടെ ഹർജികൾ വിധി പറയാൻ മാറ്റി. അതിനിടെ ശബരിമല ദ്വാരപാലകയിലെ സ്വർണ്ണപാളികൾ മുൻകൂർ അനുമതിയില്ലാതെ നീക്കം ചെയ്തതിൽ ദേവസ്വം ബോർഡിനെ ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചു. അറ്റകുറ്റപ്പണികൾ തടഞ്ഞ ദേവസ്വം ബെഞ്ച് സ്വർണ്ണപാളികൾ തിരിച്ചെത്തിക്കാൻ നിർദ്ദേശം നൽകി. വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വിശദമാക്കി റിപ്പോർട്ട് നൽകാനും കോടതി നിർദ്ദേശിച്ചു. മീഡിയ 1 കൊച്ചി.